ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വിശേഷങ്ങളുമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കാണുക. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതിയ പ്രൊമോ ഒക്കെ എത്തിയല്ലോ. ലോകമെമ്പാടുമുള്ള ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരിലേക്ക് പുതിയൊരു ബിഗ് ബോസ് ദൃശ്യാനുഭവം തന്നെയാണ് വരാനിരിക്കുന്നത് എന്നാണ് പ്രൊമോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതുവരെയും മലയാളം ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഒരു വലിയ റൂമിൽ തന്നെയായിരുന്നു, എല്ലാ കാര്യങ്ങളും ഒന്നിച്ചായിരുന്നു. എന്നാൽ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് സീസൺ 6ൽ 4 ബെഡ്റൂമുകളായി തിരിക്കുകയാണ്. ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇങ്ങനെ ഒരു തീം വന്നിട്ടുള്ളതാണ്. ഇത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നറിയാൻ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിന് ശേഷം ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 4 ബെഡ്റൂമുകൾ തിരഞ്ഞെടുക്കുമോ, അതോ ബിഗ് ബോസ് തന്നെ കണ്ടസ്റ്റൻസിനെ ഓരോ ബെഡ്റൂമിലേക്ക് മാറ്റുമോ? അങ്ങനെ സംശയങ്ങൾ ഏറെയാണ്. അതുപോലെ 4 ബെഡ്റൂമുകൾ എന്ന കൺസെപ്റ്റ് വരുമ്പോൾ ടാസ്കുകൾ ഏത് രീതിയിലാകും? കിച്ചണൊക്കെ എല്ലാവർക്കും കൂടി ഒന്നാണോ അതോ സെപ്പറേറ്റ് ആയി കാണുമോ? ഫുഡിന്റെ കാര്യമാണെങ്കിലും മുൻ സീസണുകളിലെ പോലെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു വരുമോ, അതോ ഓരോ റൂമിനും സെപ്പറേറ്റ് റേഷൻ ആയിരിക്കുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങളായിരിക്കും 4 ബെഡ്റൂം എന്ന കൺസെപ്റ്റ് വരുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഹിന്ദി ബിഗ് ബോസിൽ വന്നതുകൊണ്ട് തന്നെ അതിന്റെ മറ്റൊരു രീതിയിലായിരിക്കും മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ മറ്റു ഭാഷകളിൽ നിന്ന് തീം അഡാപ്റ്റ് ചെയ്ത് പ്രോപ്പറായി മലയാളത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു ദുരന്തം ബിഗ് ബോസ് സീസൺ കൂടി കാണേണ്ടി വരും. അപ്പോൾ ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, അധികം പ്രതീക്ഷകളൊന്നും കൊടുക്കണ്ട. ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി സീസൺ 6 എത്തുമ്പോൾ കുറച്ച് വെറുപ്പിക്കുന്ന രീതിയിലാണെങ്കിലും വലിയ നിരാശ തോന്നാതെ എപ്പിസോഡുകൾ കാണാൻ സാധിക്കും. ഇനി ബിഗ് ബോസ് ടീം എത്ര ഗംഭീരമായി പ്ലാൻ ചെയ്ത് സീസൺ 6 എത്തിച്ചാലും തിരഞ്ഞെടുക്കുന്ന കണ്ടസ്റ്റൻസ് വെറുതെ വന്ന് ഫുഡ് അടിച്ചു പോകാൻ വന്നവരാണെങ്കിൽ എത്ര അൺപ്രഡിക്റ്റബിൾ കാര്യങ്ങൾ സീസൺ 6ൽ കൊണ്ടുവന്നാലും അതെല്ലാം തകരും. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളൊന്നും കൊടുക്കാതെ സീസൺ 6ന്റെ വരവിനായി കാത്തിരിക്കാം. കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.